CPI-CPM തർക്കം അതിന്റെ സകല അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതൃ പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ LDF-ലെ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചിരിക്കുന്ന ഘടകം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റതോടെയാണ് മുറുമുറുപ്പുകൾ മറനീക്കി പുറത്തുവന്നത്. ഇപ്പോൾ അത് തുറന്ന പോരിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ പ്രസ്താവന കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ CPI ഇനിയും മിണ്ടാതിരിക്കാൻ സാധിക്കില്ലെന്ന് തുറന്നു തന്നെ പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനങ്ങൾ ഇപ്പോൾ CPI അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ്. അതിനു മുൻപ് CPI മുഖപത്രമായ ജനയുഗത്തിൽ അത് സംബന്ധിച്ച ലേഖനം പ്രത്യക്ഷപ്പെട്ടതോടെ മുന്നണി കലാപം മറനീക്കി പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നതിനിടെ CPIയുടെ ആവശ്യം പരസ്യമായി തള്ളിയത് പാർട്ടിക്ക് അഭിമാന പ്രശ്നമായിരിക്കുകയാണ്. CPIയുടെ സമ്മർദ്ദങ്ങൾക്ക് ഇനി വഴങ്ങേണ്ടതില്ലെന്ന നിലപാടിലാണ് CPM-ലെ പ്രബല വിഭാഗം നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ CPI-യുമായി ഇനി ചർച്ചയുടെ ആവശ്യമില്ലെന്ന നിലപാടിലാണ് പിണറായി വിജയന്റേത്. നേരത്തെ ഒരു തവണ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷവും ചർച്ചകൾ നടന്നുവെങ്കിലും ഉപനേതാവായി സ്വന്തം പാർട്ടിക്കാരനെ നിർദ്ദേശിച്ച് ആവശ്യമെങ്കിൽ സ്പീക്കർക്ക് കത്ത് നൽകുമെന്ന പിണറായിയുടെ പ്രസ്താവന CPI നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ LDF യോഗത്തിൽ CPIയുടെ അവകാശവാദം തള്ളി വിഷയം തീർപ്പാക്കണമെന്ന നിലപാടിലായിരുന്നു CPM നിന്നത്. മറ്റു ഘടകകക്ഷികളുടെ പിന്തുണയും CPM തേടിയിരുന്നു. ഇതറിഞ്ഞ CPI-യും ഘടകകക്ഷികളെ ബന്ധപ്പെട്ടു. വിഷയത്തിൽ കക്ഷിയാകരുതെന്ന് ബിനോയ് വിശ്വം അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ധാർമ്മികത ഇല്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയൂവെന്നാണ് CPI ലേഖനത്തിൽ പറഞ്ഞത്. ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയമായി പൊതുലക്ഷ്യത്തിനു വേണ്ടി രൂപീകരിക്കുന്ന സംവിധാനമാണ് മുന്നണി. താൻ തീരുമാനിക്കും, എല്ലാം താനാണ് എന്ന ഭാവം മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന് സഹായകരമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും യോജിച്ചതുമല്ല. പിണറായി വിജയനെ ഉന്നം വെച്ചായിരുന്നു ഈ വാക്കുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് LDF-ൽ കൂട്ടായ പ്രവർത്തനത്തിന് CPI മുന്നോട്ട് വെച്ചതാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം. CPI-യുടെ നിർദ്ദേശം വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അതിനെയെല്ലാം മറികടന്ന് പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഉപനേതാവിനെ നിശ്ചയിച്ച് സ്പീക്കർക്ക് കത്ത് കൊടുക്കേണ്ടത് ഞാനാണ്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. CPIM നേതാവിന്റെ പേര് കൊടുക്കും. ഇതിനെ തള്ളുന്നുണ്ട് CPI. പ്രതിപക്ഷ ഉപനേതാവിന്റെ കാര്യം രാഷ്ട്രീയ വിഷയമാണ്. പ്രതിപക്ഷ നേതാവിന് സ്വന്തം നിലയിൽ തീരുമാനിക്കാൻ കഴിയില്ല. CPI-CPIM തമ്മിൽ ചർച്ചകൾ നടന്നുവരികയാണ്. രണ്ട് പാർട്ടികളുടെയും ദേശീയ നേതൃത്വങ്ങളുടെ മുന്നിലുള്ള വിഷയവുമാണ്. ചർച്ചകളിൽ ഒന്നും തന്നെ പ്രതിപക്ഷ നേതാവ് കത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുമില്ല. പ്രതിപക്ഷ ഉപനേതാവിന്റെ കാര്യത്തിൽ കത്ത് കൊടുക്കുമെന്ന് പറയാൻ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് ചോദിക്കുന്ന CPI പ്രേരണ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല എന്ന് വ്യക്തമാണ് എന്നുകൂടി കടുപ്പിക്കുന്നുണ്ട്. മുന്നണി എന്നത് യജമാനൻ ഭൃത്യൻ തമ്മിലുള്ള ബന്ധമല്ല, മറിച്ച് പാർട്ടികൾ തമ്മിൽ തുല്യമായ പങ്കാളിത്തവും സഹകരണവുമാണ് പുലർത്തേണ്ടത്. തുല്യ പങ്കാളിത്തവും പരസ്പര ബഹുമാനവും ഉണ്ടാകണം. അല്ലാതെ എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് CPI. മുന്നണിയിലെ മറ്റ് പാർട്ടികളുടെ സ്വാതന്ത്ര്യത്തെയും ആശയങ്ങളെയും മാനിക്കണമെന്ന് CPM-നെ ഓർമ്മിപ്പിച്ച CPI തീരുമാനങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാതെ ചർച്ചകളിലൂടെയും ധാരണകളിലൂടെയും എടുക്കണമെന്നുകൂടി ആവശ്യപ്പെടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വത പ്രതിപക്ഷ നേതാവിന് ഉണ്ടായില്ലെന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ് എന്നുകൂടി പറഞ്ഞാണ് സമൂഹ മാധ്യമ പോസ്റ്റ് CPI അവസാനിപ്പിക്കുന്നത്. എന്തായാലും CPI-ക്കുള്ളിലെ അസ്വാരസ്യം മറനീക്കി പുറത്തു വന്നു കഴിഞ്ഞു. മുന്നണി വിടാനുള്ള പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് CPI അണികൾ എന്ന വികാരവും പുറത്തു വരുന്നുണ്ട്.